ഇപ്പം മൊത്തം സ്ഥാപനങ്ങളിൽ എത്ര തൊഴിലാളികളാണുള്ളത്? ഇപ്പോൾ 250 പേര്. 250 പേരെയാണ് ഇപ്പം നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നത്. അത് കൂടപ്പുറപ്പുകളെ പോലെയല്ല കൊണ്ടു നടക്കുന്നത്. എനിക്ക് താങ്കൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ താങ്കളുടെ ചിരിയാണ് കേട്ടോ എന്നെ അത്ഭുതപ്പെടുന്നത്. എപ്പോഴും ഒരു ചിരിച്ച മുഖമാണ്. അത് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? അത് ഓരോ ആളുകൾക്ക് ഓരോ നേച്ചറല്ലേ, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദർ ഉണ്ട് സൗദിയിലുള്ള, അവൻ എന്നേക്കാൾ ഭംഗിയായി ചിരിക്കും. അത് അവൻ ബിസിനസ്സുകാരനൊന്നുമല്ല, അത് ഓരോ അല്ല, അത് ബിസിനസ്സുകാരനല്ല എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഒരു സോപ്പിടാൻ വേണ്ടി ചിരിയല്ല. അല്ല 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 അത് ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് പലരും ചോദിച്ചു നമ്മളിങ്ങനെ വല്ല ചിരിക്കാൻ മേലെ ട്രെയിനിങ് എടുത്തിരുന്നു. അല്ല, ഞാൻ ചോദിച്ച കത്താണല്ലോ, തെറ്റിയിട്ടില്ലല്ലോ. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചതാണ് അതിനുള്ള ട്രെയിനിങ് ഉണ്ടോ. അപ്പൊ ഞാൻ എന്റെ ചോദ്യം കറക്റ്റായെന്ന് എനിക്ക് തോന്നുമല്ലേ. അല്ല, ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ എന്ത് പറയുമ്പോഴും അത് പറയുന്ന രീതിയിലും ആ സംസാര രീതിയിലും ആ ഒരു ചിരി ഉള്ളപ്പോൾ തന്നെ അത് തന്നെ നമ്മുടെ ഒരു കസ്റ്റമറിന്റെ മനസ്സ് നിറയും കേട്ടോ. അല്ല, നമ്മള് മസിൽ പിടിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ചുമ്മാ ഇരിക്കാന്നില്ല, അത്രേ ഉള്ളൂ. അതിന് മാറ്റമൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് ഇപ്പോൾ ഈ ഷോറൂമിൽ പല ആളുകൾ വരുന്നുണ്ടല്ലേ, പല രീതിക്ക് ആളുകൾ വരുന്നുണ്ട്. ഇവിടുന്ന് വാഹനം വാങ്ങിയ ഒരാളെ ഓർക്കാൻ പറഞ്ഞാൽ ആരെ ഓർത്തെടുക്കാൻ പറ്റും? എല്ലാവരും നമ്മുടെ കസ്റ്റമറാണ്. എല്ലാവരും നമ്മുടെ കസ്റ്റമർ, ഒന്നും മിച്ച കസ്റ്റമർ എങ്കിലും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ ഒരാൾ നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ആരെയാണ് പറയാൻ പറ്റും? എന്തായാലും നമുക്ക് പൃഥ്വിയെക്കുറിച്ച് പറയാം തീർച്ചയായിട്ടും. കാരണം നമ്മൾ 2 വാഹനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് നമ്മളെ ഇന്ന്. ഇപ്പോഴും നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തായിട്ട്. അദ്ദേഹം വളരെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഞാൻ പരിചയപ്പെട്ടതിലൊരു വ്യത്യസ്തനായ വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ ഒരാളെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമം. തീർച്ചയായും ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഈ പൃഥ്വിരാജ് ഇവിടെ വന്ന കാര്യമൊക്കെ എനിക്കറിയാം. പൃഥ്വിരാജിൻ്റെ വാഹനം ഇവിടെ കിടക്കുന്നതും പൃഥ്വിരാജ് വന്നതും അതൊക്കെ ഞങ്ങളൊക്കെ ഒരു സമയത്ത് വാർത്ത ചെയ്തിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ടർ ടി വിയിലുള്ളപ്പോഴാണ് അത് വാർത്തയാണ്, ചാനലിലുള്ളപ്പോഴാണ് പൃഥ്വിരാജിൻ്റെ വാഹനം ഇവിടെ വിൽക്കാൻ ഇട്ട സംഭവം പൃഥ്വിരാജ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തൊക്കെ ഒരു വാർത്ത. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ അത് കിടന്നുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്ന്. അല്ല, ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ആ ഒരു പർച്ചേസ് ഞങ്ങളുടെ ടീമിൽ നമുക്കൊരു ഇൻടാഞ്ചിബിളായിട്ട് ഒരു 2 കോടിയുടെ ബെനിഫിറ്റ് ഉണ്ടാവും, നമ്മൾ മണിയായിട്ടല്ലാതെ. കാരണം നമ്മൾ ഒരു അദ്ദേഹത്തെ പോലത്തെ ഒരു നടനെ വെച്ചൊരു പരസ്യം ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ്? റോയൽ ഡ്രൈവിനെ സംബന്ധിച്ച്, അതേപോലെ പ്രിയോണ്ട് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും, കാരണം എല്ലാവരും പ്രിയോണ്ട് എടുക്കുന്നതിൽ പലർക്കും ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മണി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കത് ഫോട്ടോ തരണം എന്നൊക്കെ പറഞ്ഞു. ആദ്യം അദ്ദേഹം ഇങ്ങനെ ഒന്ന് വിസമ്മതിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്ക് ഒരു ഫോട്ടോ കിട്ടിയാൽ അത് എനിക്ക് ഇത്രയും ഉപകാരമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഓക്കെ, നിങ്ങൾ ഡെലിവറി അറേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ചെയ്തു ആദ്യത്തെ. രണ്ടാമത്തെ പിന്നെ എന്നോട് പറഞ്ഞു, ആദ്യം പറഞ്ഞു എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് എടുക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് പ്രൈവസിയിൽ തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഡെലിവറി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പെർമിഷൻ ചോദിച്ചു, ഞാൻ പബ്ലിഷ് ചെയ്യട്ടെ. അത് അദ്ദേഹം സമ്മതിച്ചു. അല്ല, അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വലിയ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാളായ ഞങ്ങളിൽ നിന്നൊരു മാപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു പേര് പറയരുതെന്ന്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും വലിയ ബിസിനസ് സെലിബ്രിറ്റിയാണ്. മേബയാണ് വാഹനം, ഞങ്ങൾക്കത് മാർക്കറ്റിൽ ഭയങ്കര. പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങളത് എൻ്റെ പേര് പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾക്കതിൽ ഓപ്ഷൻസ് ഇല്ല, ഞങ്ങൾ പറഞ്ഞില്ല. അതാണ് മനസ്സിൽ കിടക്കുകയാണ്. അതെ അതെ അതെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വിഷയങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പൃഥ്വിയെ വീണ്ടും, കാരണം അതേപോലെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു വ്യക്തി വളരെ സിമ്പിളായിട്ട് നമ്മളതിനെ അനുവദിച്ചു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തോടുള്ള ആ ഒരു ബഹുമാനം അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും. അത് അല്ല, നേരത്തെ പറഞ്ഞാൽ അത് നമുക്കൊരു ഗുണവും കൂടെ ആവുകയാണല്ലോ. എത്ര കോടികൾ കൊടുത്താണ് അദ്ദേഹം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത്. നമ്മൾ അത് പരസ്യത്തിനും കൂടെ ഉപയോഗിക്കുകയാണല്ലോ, ആളുകൾക്ക് കൊടുക്കുകയാണല്ലോ. അപ്പൊ അതൊരു നല്ല മനസ്സാണ് പൃഥ്വിരാജിന്റെ. അത് നമ്മൾ ഓർക്കാതെ പോകാൻ പറ്റില്ല. ആ ഓർമ്മകളാണ് ഞാനൊന്ന് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചത്. ഇപ്പോൾ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോഴത്തെ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത്? ബിസിനസ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മാർക്കറ്റുകൾ അപ്പ് ആൻഡ് ഡൗൺ വരും. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോങ് വിഷനിലായതുകൊണ്ട് ഈ മാസങ്ങളിലുള്ള ലാഭനഷ്ടങ്ങളെക്കുറിച്ച് വറിയാണെങ്കിൽ ഉണ്ട്, ചെറിയ വറി നിർബന്ധമായിട്ടും വേണം. എന്നാലും അതിലപ്പുറം നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചർ, ഇതിൻ്റെ CAGR എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെ പോകുന്നു, നമ്മുടെ ബിസിനസ് മോഡലിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെ, അതിനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ
ഇപ്പോൾ ഒരു മാസം കച്ചവടം കുറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കാണുന്ന ഒരു വാല്യൂ ബേസ്ഡ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇങ്ങനെയുള്ള ഗോളിലാണ് നമ്മൾ പോകുന്നത്. നാളെ വി-ഗാർഡ് പോലെ, കല്യാൺ ജ്വല്ലറീസ് പോലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറുക എന്നുള്ളതാണ് റോയൽ ഡ്രൈവിൻ്റെ ആഗ്രഹം. ഇത് ഞങ്ങളുടെ തുടക്കത്തിലുള്ള ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹത്തിലോട്ട് പോകുമ്പോൾ വഴിയിലുള്ള ചെറിയ വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ ആ വിഷയം വെച്ച് മറികടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു സമയം എപ്പോഴായിരിക്കും ഓർത്തെടുക്കുകയാണ്? എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു ഓർത്തെടുക്കാൻ പറ്റും ബിസിനസ്സിലാണോ? നമ്മുടെ ജീവിതത്തിൽ തന്നെ? അയ്യോ, സത്യത്തിൽ ഞാൻ ഇന്നാൾ ഒരു റീൽസിൽ കണ്ട് ഈ റിവർ വ്യൂ മിറർ ജസ്റ്റ് ഇതിനു വേണ്ടിയുള്ളതാണ്. ഈ വലിയ വിഷമങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ചിരിക്കലില്ല, പിന്നെ അങ്ങനെ ആലോചിച്ചൊക്കെ എടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ കൊറോണ വന്ന സമയത്ത് നമ്മൾ കരുത് ലോകം അവസാനിച്ചു എന്ന് പലരും തെറ്റിദ്ധരിച്ച കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും പലരും പറയേണ്ടത് ഇതൊന്നും അല്ല, ലോകം ഇതിനേക്കാൾ ഭംഗിയായി തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വന്നു. നമ്മൾ അത്ര ഇത് കാണുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഉള്ളിലൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു പ്രതിസന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം ആക്ച്വലി നമ്മളെ ഉണർത്താനും നമ്മളെ അപ്ഡേറ്റ് ചെയ്യാനും, അത് നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ലൈഫിൽ ഏറ്റവും വലിയ സംഭാവന തന്നിട്ടുണ്ടാവുക ആ ജീവിതത്തിൽ പ്രതിസന്ധികളായിരിക്കും. അപ്പോൾ നമ്മളതിനെ അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കാണുന്നതിലപ്പുറം അവിടെ നിന്ന് നമുക്ക് പുതിയ തുടക്കത്തിന് സമയമായി എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാൻ എപ്പോഴും അതിനെ കാണുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്. കോവിഡും പ്രളയവും ഒന്ന് നമ്മളെയൊക്കെ എല്ലാവരെയും ബിസിനസ് പരമായി ഒന്ന് ഡൗൺ ആക്കിയിരുന്നു. പിന്നെ അതിൽ നിന്നൊരു കര കയറാനുള്ള ഒരു വലിയ ഒരു കടമ്പകൾ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ്. ആ സമയത്തൊക്കെ നമ്മൾ ഒത്തിരി ദുഃഖങ്ങളും എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ തൊഴിലാളികളെ സംരക്ഷിക്കണം, ആരെയും പറഞ്ഞു വിടാതെ നിർത്തണം. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോയത്? ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നത്, ഞങ്ങളുടെ ബിസിനസ് മോഡലിൽ സീറോ ഡെപ്റ്റ് കമ്പനിയാണ് റോയൽ ഡ്രൈവ്. ഞങ്ങൾ ലോണ്, ഓടി പോലത്തെ സംഭവങ്ങളില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ടീമിൻ്റെ സാലറി അതുപോലെ റെൻറ്റ്, ഇത് രണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് ചിലവ്. അപ്പോൾ ഞാൻ ടോട്ടൽ ടീമിനെ വിളിച്ചു, ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു പറഞ്ഞു നമുക്കൊരു മാസം ഇത്ര രൂപ ചിലവുണ്ട്. ഈ ചിലവിന് നമുക്ക് ഇപ്പോൾ ഇത് തുടർന്ന് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏപ്രിൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്, ഒരു 6 മാസത്തേക്ക് ഇത്ര ലക്ഷം രൂപ നമുക്ക് വരും. അതിൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് മാനേജ്മെൻറ്റിന് 1 രൂപ വേണ്ട, ഇത് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കണം. നമ്മളുടെ ടീമിനുള്ള വരുമാന മാർഗ്ഗമാണത്, അല്ലാതെ മാനേജ്മെൻറ്റിനുള്ളതല്ല. സത്യം പറഞ്ഞാൽ അവരതിൻ്റെ മേലെ പെർഫോം ചെയ്തു എന്നാണ് സത്യം. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായി. ആ ഒരു തീരുമാനം അന്ന് അങ്ങനെ അവരെ എടുത്ത് നമ്മൾ മാക്സിമം ട്രാൻസ്പെറൻസി കൊടുത്തു. ഇത്ര ലക്ഷം രൂപയാണ് നമ്മുടെ എക്സ്പെൻസ്. ഈ എക്സ്പെൻസിന് നമ്മൾ ഇത്ര കാറുകൾ വിൽക്കേണ്ടതുണ്ട് മാർക്കറ്റിൽ, എല്ലാവരും വീട്ടിലിരുന്നോ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യണം. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏപ്രിൽ മാസം ഞങ്ങളെ ഇന്ന് 3-4 കാറുകൾ അന്ന് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അവരെ നമുക്ക് എങ്ങനെ അവരെ അനുമോദിക്കാമെന്നറിയില്ല. ലോകം അവസാനിക്കാൻ പോവാന്നുള്ള ഒരു പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു, ഈ ലോക്ക്ഡൗണുകൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വന്നിട്ട് ഞങ്ങൾക്ക് അവരുടെ ബാങ്കിലുള്ള അക്കൗണ്ടിലുള്ള പൈസ ട്രാൻസ്ഫർ ചെയ്ത് ലക്ഷറി കാർ വാങ്ങി ഓടിക്കാൻ വരെ പറ്റില്ല. ആ സമയത്ത് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ആഗ്രഹം, അവരുടെ സ്വപ്നം, ലോകം അവസാനിക്കാൻ പോകുന്ന അവരുടെ ഒരു സ്വപ്നം ഉണ്ടായിരിക്കുമല്ലോ. അതിനു മുമ്പ് എനിക്കും ഒരു വണ്ടി ഇരിക്കട്ടെ എന്നുള്ളൊരു സ്വപ്നം, അതും ചിന്തിക്കാം. അല്ല, അതായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി വലിയ കാഴ്ചപ്പാട്. ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മുടെ വിരാട് കോഹ്ലിയുടെ കാറുണ്ടായിരുന്നു, അത് ഞങ്ങൾ കൊടുത്ത കസ്റ്റമർ ലംബോർഗിനി എടുക്കുന്നത്, അയാൾക്ക് 75 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ലംബോർഗിനി വാങ്ങിക്കുക. 75ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് പല ആഗ്രഹങ്ങളാണ്. നമുക്ക് ഓരോ സെയിലും ഓരോ പർച്ചേസും ഇതൊക്കെ ഭയങ്കര ഇതുപോലെ പല ഇമോഷണൽ കഥകളുണ്ടാവും. ചില ആളുകൾ വണ്ടി വിൽക്കുമ്പോൾ കരയുന്ന ആളുകളുണ്ട്. അതായത് ആ വണ്ടിയെ അവർ എന്താ വെച്ചാൽ അവർ ലൈഫിൽ അത്രയും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പല വിശ്വാസങ്ങളും ചിലർ ഇത് ഈ വാഹനത്തെയൊക്കെ കണക്ട് ചെയ്യും. വണ്ടി ഭാഗ്യമായിരുന്നു, എന്നെ വഴിയിൽ ചതിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മളിതെല്ലാം കാണുന്നു, അനുഭവിക്കുന്നു. അപ്പോൾ അവരുടെ ആ സന്തോഷത്തിലും ഇതിലൊക്കെ നമ്മളും ഒരു ഭാഗമാവുന്നു. ഡെലിവറി എടുക്കുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന് ഇപ്പോൾ ഒരു ലക്ഷറി കാർ പുതിയത് വാങ്ങണമെങ്കിൽ ഒരു 60 ലക്ഷം രൂപയുടെ കുറഞ്ഞൊരു പുതിയ കാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിരുന്ന് 20 ലാഖിനൊക്കെ കാറ് വാങ്ങും. ഇവർ ചില ആളുകൾ വരുമ്പോൾ ഇങ്ങോട്ട് പിന്നെ ഇവർക്കെല്ലാം ഗിഫ്റ്റ്, കേക്ക് ഒക്കെ ഇട്ട് വരും. കാരണം അവരുടെ ലൈഫിലെ
ഒരു വലിയ അച്ചീവ്മെൻറ്റ് അവർ ഈ പറഞ്ഞ 20 ലാഖിനോ 25 ലാഖിനോ അവർ സ്വന്തമാകുന്ന ആ ഹാപ്പിനെസ് അവർ നമ്മളെടുത്ത് പ്രകടിപ്പിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കരമായ അവരൊക്കെ ഒരു സ്വപ്നമാണ്. അതെ 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 അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം അവർ ചിലപ്പോൾ സമൂഹത്തിൽ നമ്മൾ ആ പടത്ത് പറഞ്ഞ പല രീതിയിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ട ആളുകളായിരിക്കാം. അപ്പോൾ അവർക്ക് ഈ സമൂഹത്തിൽ ഒരു ലക്ഷറി കാറും കൊണ്ട് ഇറങ്ങാൻ അതിന് കാരണമായിന്നേ ഉള്ളൂ. നമ്മളല്ലാത്ത ഓപ്ഷനുണ്ട്, പക്ഷെ അവർ റോൾ ഡ്രൈവിനെ സെലക്ട് ചെയ്തു.